2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുക്കം നഗരസഭയിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച സാറ കൂടാരത്തിലിന്റെ പേരിൽ ഈ തെരഞ്ഞെടുപ്പിലും വ്യാജ പോസ്റ്റർ പ്രചരിക്കുന്നതായി പരാതി. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നെഴുതിയ വ്യാജ പോസ്റ്ററാണ് വീണ്ടും പ്രചരിപ്പിക്കുന്നത്. വ്യാജ പ്രചാരണത്തിനെതിരെ സാറ പോലീസിൽ പരാതി നൽകി. സാറ കൂടാരത്തിനൊപ്പം ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകൻ അബുൽ ആല മൗദൂദി, മുസ്ലിം ലീഗ് നേതാക്കളായ ഹൈദരലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ ചിത്രങ്ങളും ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന എഴുത്തും ഉൾപ്പെട്ട വ്യാജ പോസ്റ്ററാണ് വീണ്ടും പ്രചരിക്കുന്നത്. 2020 തെരഞ്ഞെടുപ്പ് കാലത്താണ് പോസ്റ്റർ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. അന്ന് പോസ്റ്റർ പ്രചരിപ്പിച്ച സമൂഹമാധ്യമ അക്കൗണ്ടുകളുടെ പേര് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി സാറ പരാതി നൽകിയിരുന്നു. പോലീസിനൊപ്പം ജില്ലാ കളക്ടർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവരെയും സമീപിക്കുകയുണ്ടായി. എന്നാൽ നടപടി സ്വീകരിച്ചില്ലെന്നാണ് ആക്ഷേപം. പ്രശ്നം ചൂണ്ടിക്കാട്ടി 2021 നൽകിയ പരാതിയിലും നടപടിയെടുത്തില്ല. സംഘടനയെയും സാറ കൂടാരത്തിലിനെയും അപകീർത്തിപ്പെടുത്തുന്ന വ്യാജ പോസ്റ്റർ പ്രചരിപ്പിക്കുന്നതിൽ വീണ്ടും പരാതി നൽകുമെന്നും ശക്തമായ നിയമ നടപടിയുമായി മുൻപോട്ടു പോകുമെന്നും വെൽഫെയർ പാർട്ടി മുക്കം മുനിസിപ്പൽ പ്രസിഡന്റ് റഹീം ചേന്നമംഗലൂർ പറഞ്ഞു. 2020 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇങ്ങനെ ഒരു വ്യാജ പോസ്റ്റർ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ വീണ്ടും പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇനിയുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള ലീഗൽ നടപടികളും നമ്മൾ സ്വീകരിക്കും. വ്യാജ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച സാഹചര്യത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് സാറയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.